നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എണ്ണി നോക്ക് കൊണ്ടുവന്ന്. പിന്നെ 10 തികച്ച് കിട്ടിയില്ല മോളെ, 7 ഉള്ളൂ. എണ്ണി നോക്ക് മോളെ, മുഴുവൻ ഉണ്ടോന്ന്. ഇതാണ് ബില്ല്. എല്ലാം കൃത്യമാണോ ഒന്ന് നോക്ക്. കൊടുക്കാം, പരശുമാമൻ പറ്റിച്ചെന്നൊന്നും പറയരുത്. ഓ അത് ശരി, അപ്പൊ പമ്പ ഇടപാടാണല്ലേ. പരശുമാമന് തോനെ കമ്മീഷൻ കിട്ടുമല്ല. എന്തായിടാ, കുടുംബത്തിൽ നിന്ന് കമ്മീഷൻ വാങ്ങാൻ ഞാൻ എന്താടാ 4ാം കിട രാഷ്ട്രീയക്കാരനാ? തറവാടിയാടാ, തറവാടി. അല്ല മാമ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ മോളെ? എനിക്ക് വേണ്ടത് 10 ലക്ഷം. ബാക്കി 3 ലക്ഷത്തിന് ഞാൻ എന്ത് ചെയ്യും? അല്ല 3 ലക്ഷം. 3 ലക്ഷം അല്ലേ, അത് നമുക്ക് ബ്ലേഡിന് എടുക്കാമെന്നേ. എന്റെ ഒരു പരിചയക്കാരനുണ്ട്. എടാ അതൊക്കെ ശരിയാ, ബ്ലേഡിന് എടുക്കാൻ ഈട് വെക്കണ്ടേ? ഈടിലെടുക്കാൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. SP സാറിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ. ആ വഴിക്കൊന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. ഏയ് അത് ശരിയാവില്ല. എന്നാ പിന്നെ കാശും കിട്ടൂല. അയ്യോ, ചേച്ചിക്ക് കാശ് വേണോ? ചുമ്മാ മര്യാദയ്ക്ക് കൂടെ നിന്നാ മതി, ഞാൻ ശരിയാക്കി തരാം. കാര്യങ്ങളൊക്കെ സുഗുണം പറയുക. സാധാരണ ഈട് വാങ്ങാതെ ഇത്രയും തുക ഞാൻ ആർക്കും കൊടുക്കുന്നതല്ല. ഇതിപ്പോ സുഗുണം പറഞ്ഞ കേസായി പോയില്ലേ, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഈ സുഗുണൻ ആരാന്നറിയാമോ? ഓട്ടോക്കാരനാണെന്ന് എത്ര പ്രാവശ്യം പറയണം? അത് നിങ്ങൾക്ക്. എനിക്കിവനെന്റെ ജീവൻ രക്ഷിച്ച സ്വന്തം കൂടപ്പിറപ്പ്. ഒരിക്കലും ഒരു അർദ്ധരാത്രിയിൽ പെരുമഴ പെയ്ത നേരത്ത് ചങ്ങനാശ്ശേരി ബൈപ്പാസിലൂടെ ഞാൻ എന്റെ സ്വന്തം റോൾസ് റോയ്സ് ഓടിച്ചു വരുമ്പോ ഈ കഥ സുഗുണൻ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു. ഈ കഥ എത്ര തവണ പറഞ്ഞാലും എനിക്ക് മതിയാവില്ല പെങ്ങളെ. കാരണം അതെന്റെ ജീവന്റെ കഥയാണ്. ശരി, സുഗുണം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പണം തരാം. അത് പിന്നെ SP-യുടെ ഭാര്യ കൂടെ ആണല്ലോ. SP-യുടെ ഭാര്യയല്ല, DGP-യുടെ ഭാര്യയാണെന്ന് പറഞ്ഞാലും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. പള്ളി വേറെ പള്ളിക്കൂടെ വേറെ ആശാനെ. ചെയ്യുന്ന പണി ബ്ലേഡ് ആണെങ്കിലും എനിക്ക് കുറച്ച് ആദർശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പലിശ, അത് കൃത്യം 1-ാം തീയതി എന്റെ കയ്യിൽ കിട്ടണം. ആ കാര്യത്തിലും ഞാൻ സ്ട്രിക്റ്റ് ആണ്. അയ്യോ, കാശിന്റെ കാര്യത്തിൽ സാറ് പേടിക്കണ്ട. പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഞങ്ങളത് തന്നിരിക്കും. ഇനി അഥവാ ആമി മോള് തന്നില്ലെങ്കിൽ ഞാൻ തരും. എന്നെ മനസ്സിലായിരുന്നോ? ലാൻസ് നായിക് പരശുരാമൻ. ഏത് നായ്ക്കാണെങ്കിലും കൊള്ളാം, കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. 3 ലക്ഷം തികച്ചുണ്ട്, എണ്ണി നോക്ക്. ഓ എണ്ണയൊന്നും വേണ്ട, ഞാനും മാത്തുണ്ണി മുതലാളി തമ്മിലുള്ള ഏർപ്പെടല്ലേ, അതിൽ ബന്ധുവിശ്വാസം കുറവാ. ഐശ്വര്യമായിട്ടൊക്കെ പിടിച്ചാട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പോട്ടാ മുതലാളി. അങ്ങനെ ആയിക്കോട്ടെ. വലിയ ഉപകാരം. ഓ ആയിക്കോട്ടെ. വാവേ, അമ്മയുടെ പൊന്നു വാവേ, നമുക്ക് വേഗം വളരണ്ടേ? എന്നിട്ട് അച്ഛനും അമ്മയുടെയും കൂടെ നമുക്ക് അമ്പലത്തിൽ പോകണം, ബീച്ചിൽ പോകണം, സിനിമയ്ക്ക് പോകണം, പിന്നെ ഈ ലോകം മുഴുവൻ കറങ്ങി കാണണം. മനസ്സിലായി പോണെന്നല്ലേ?